ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദശമഹ കഹ എന്ന പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ബാലകാഹ കിമർത്ഥം നദീം അഗച്ഛത്, നദിയിലേക്ക് പോയത് എന്തിനാണ്? സ്നാനായ അല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരാളെ കാണാതായി അല്ലേ. അപ്പോൾ തേ സർവേ എന്ത് ചെയ്തു? അവർ ആത്മാനം തെക്വ അഗണയത്, അന്യൻ അഗണയത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ എന്താ പറ്റിയത്? എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരാൾ മിസ്സിങ് ആണല്ലേ. തഥാ അത്ര ഏകഃ പഥിക കശ്ചിത് പഥികഃ അഗച്ഛത്. സഹ കിം അബദത്? എന്ത് പറഞ്ഞു? താൻ ദുഃഖിതാൻ ബാലകാൻ ദൃഷ്ട്വ എന്ത് സംഭവിച്ചു? അപൃച്ഛത്. കിം അപൃച്ഛത്? എന്ത് ചോദിച്ചു? യുഷ്മാകം ദുഃഖസ്യ കാരണം കിം? നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം കിം? അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. കാരണം കിം എന്ന് ചോദിച്ചു. കഹ അപൃച്ഛത്? ആരാ ചോദിച്ചത്? കശ്ചിത് പഥികഃ, ഒരു ട്രാവലർ. അപ്പോൾ ബാക്കി നോക്കിക്കോളൂ. പേജ് നമ്പർ 107 മുകളിൽ യുഷ്മാകം ദുഃഖസ്യ കാരണം കിം എന്ന് ചോദിച്ചു. യുഷ്മാകം നിങ്ങളുടെ, തവ യുവയോഗോ യുഷ്മാകം. തവ യുഷ്മ ശബ്ദമാണ്. നിന്റെ, നിങ്ങൾ രണ്ടുപേരുടെ, നിങ്ങളുടെ എന്നുള്ള അർത്ഥമാണ് യുഷ്മാകം. ദുഃഖസ്യ കാരണം, ദുഃഖസ്യ ഷഷ്ടി ഏവൻ, ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? കാരണം കിം? ബാലകാനാം നായകഃ അകഥയത് വയം ദശ ബാലകാഃ സ്നാതും ആഗതാഃ ഇദാനീം നവ ഏവ സ്മ ഏകഃ നദ്യാം മഗ്നഃ ഇതി. അപ്പോൾ ബാലകാനാം നായകഃ, ബാലകാനാം ബാലകന്മാരുടെ, ബാലകസ്യ ബാലകയോഹോ ബാലകാനാം ഷഷ്ടി വിഭക്തിയാണ്. ബാലകാനാം ബാലകന്മാരുടെ, ബാലക ഷഷ്ടി ബഹുവചനം. ബാലകാനാം നായകഃ, ബാലകാനാം ഒരു ലീഡറല്ലേ ബാലകന്മാരുടെ. സഹ അകഥയത്, കഥ ധാതു പറയുന്നു എന്നുള്ളതിൽ അകഥയെന്ന് പറഞ്ഞാൽ ലങ്ങാണ്, കഥ ധാതുവാണ്. പിന്നെ പാസ്റ്റ് ടെൻസ് അല്ലേ ലങ്ങിനെ കാണിക്കുന്നത്. ആ കഥയത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ ലട്ട് എങ്ങനെ വരും? കഥയതി, കഥയതഃ, കഥയന്തി. ഇവിടെ ലങ് അകഥയത്, അകഥയത്, അകഥയതാം, അകഥയതാം, അകഥയൻ, അകഥയൻ. ഇത് ലങ്ങാണ്. ലങ് ഷോസ് പാസ്റ്റ് ടെൻസ്. അപ്പോൾ അകഥയൻ, കഹ അകഥയൻ, കഹ അകഥയത്? ബാലകാനാം നായകഃ, ബാലകന്മാരുടെ നായകൻ അകഥയത്. എന്താ പറഞ്ഞാൽ നോക്കിക്കോളൂ. വയം ദശ ബാലകാഃ സ്നാതും ആഗതാഃ. വയം, വയം അഹം ആവാം, വയം ഞങ്ങൾ. ദശബാലകാഃ 10 ബോയ്സ് സ്നാനായ ആഗതാഃ, അവിടെ കുളിക്കാനായിട്ട്. സ്നാതും, തും എന്നുള്ള തുമിൻ എന്നൊരു പ്രത്യേകം ചേർന്ന് സ്നാതും എന്ന് വരുന്നത് കുളിക്കാനായി. ആഗതാഃ വന്നു. ഇദാനീം നവ ഏവസ്മ, ഇദാനീം നൗ ഇപ്പോൾ, നവ ഏവസ്മ. എന്തുകൊണ്ടാണ് നവ ഏവസ്മ? അസ്മി സ്വഹ സ്മഹ, ഉത്തമ പുരുഷനാണ് വരുന്നത്. അസ് ധാതുവിൻ്റെ ഉത്തമ പുരുഷനാണ് അസ്മി സ്വഹ സ്മഹ. സ്മഹ വരാൻ കാരണം വയമായതുകൊണ്ട്. അഹമായിരുന്നെങ്കിൽ അഹം അസ്മി, ആവാം സ്വഹ, വയം സ്മഹ, ഞങ്ങൾ. ഇപ്പോൾ എത്രയാണ്? 9 ഉള്ളൂ. ഏകഃ നദ്യാം മഗ്നഃ, ഏകഃ നദ്യാം, നദ്യാമൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. നദ്യാം മഗ്നഃ, മുങ്ങിപ്പോയി. പഥികഃ താൻ, അപ്പം അടുത്ത നോക്കിക്കോളൂ. പഥികഃ താൻ അഗണയത്. തത്ര ദശ ബാലകാഃ തു ആസൻ. പഥികഃ, പഥികഃ ട്രാവലർ. താൻ അഗണയത്, അഗണയത് ഗണധാതുവിൻ്റെ ഗണയതി, ഗണയതഃ, ഗണയന്തിയാണ് എന്ത്? ലട്ട്. ലങ് എങ്ങനെ വരും? അഗണയത്, അഗണയതാം, അഗണയൻ. ഇത് എല്ലാം പാസ്റ്റ് ടെൻസ് ആണ്. ഇത് തന്നെ ഇത് അകഥയത്ത്. മറ്റത് അഗണയത്ത്, എണ്ണുക, കൗണ്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ കൗണ്ട് ചെയ്തു. എന്താ, എങ്ങനെ കൗണ്ട് ചെയ്തു? താൻ അഗണയത്ത്. താൻ, താൻ ആരെ? താൻ എന്ന് പറഞ്ഞാൽ താൻ അവരെ. ആരെ? താൻ ആരെയാണ്? ബാലകാൻ. താൻ സഹ തൗത്തേ തം തൗത്താൻ. താൻ എന്നുള്ളത് എന്തോന്നാണ്? തച്ഛബ്ദമാണ്, ദ്വിതീയ വിഭക്തി. തം
തൗ താൻ ദ്വിതീയ വിഭക്തിയാണ്. പ്രഥമ വരുമ്പം സഹ തൗത്തെ. അപ്പോൾ താൻ അഗണയത് അവരെ എന്നുള്ളതല്ല അതിൻ്റെ പ്രത്യയം. അവരെ അഗണയത്തെ എണ്ണി കൗണ്ട്. അപ്പം എന്ത് സംഭവിച്ചു? തത്ര ദശബാലകഃ തു ആസൻ. ആസൻ ആസീത് ആസ്താം ആസൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അസ്തിസ്തഹ സന്ധി എന്ന് പറയുമ്പോൾ ലട്ടാണ് വർത്തമാനകാലം. അതിൻ്റെ ലങ്ങാണ് ആസീത് ആസാം ആസൻ. ഇവിടെ ദശബാലകഃ തു ആസൻ ബലകൻ വരെ ഉണ്ട്, അത്ര ഉണ്ട് എന്ന് കാണിക്കുകയാണ്. സഹ നായകം ആദിശത്. സഹ നായകം. നായകം എന്ന് പറയുമ്പോൾ നായക നായകൗ നായകാഹ പിന്നെ നായകം. അപ്പോൾ അത് ഏത് വിഭക്തിയാണ്? ദ്വിതീയ വിഭക്തി. നായകനോട് എന്ത് ചെയ്തു? നായകം ആദിശത്. നായകനെ ആദിശത് പറഞ്ഞു ഉപദേശിച്ച രീതിയിൽ. ത്വം ബാലകാൻ ഗണയ. ത്വം എന്ന് പറയുമ്പോൾ ത്വം യുവാം യൂയം. ത്വം നീ. ത്വം യുവാം യൂയം. ത്വം യുവാം യൂയം. ത്വം എന്ന് പറഞ്ഞാൽ നീ. നീ എന്നുള്ളത് യുഷ്മ ശബ്ദമാണ്. നമ്മൾ നേരത്തെ യുഷ്മാകം പഠിച്ചില്ലേ? യുഷ്മാകം ഷഷ്ടി ബഹുവചനം. അതിൻ്റെ എന്താണ്? ഏകവചനം പ്രഥമ വിഭക്തിയാണ്. ത്വം യുവാം യൂയം. അപ്പം നായകനോട് എന്ത് പറഞ്ഞു? ത്വം ബാലകാൻ ഗണയ. ത്വം ബാലകാൻ ഗണയ. അതൊരു പുതിയ വാക്കാണ് അല്ലേ? ഗണയ. അതെന്തോന്നാണ്? ലട്ടോ ലങ്ങോ ഒന്നും അല്ല, ലോട്ട്. ലോട്ട് എന്തിനെയാണ് കാണിക്കുന്നത്? ഞാൻ ഏത് ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ലോട്ട് എന്താണ്? ആശീർവാദം, അനുഗ്രഹം, ഉപദേശം, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണിക്കുന്നതിനാണ് ലോട്ട് എന്ന ലകാരം പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗണയ എന്നുള്ളത്, ഗണയ ആരാണ്? ത്വം ഗണയ, നീ എണ്ണു, നീ കൗണ്ട് ചെയ്യൂ എന്നാണ്. അപ്പോൾ എന്തോന്നാണ്? അത് ഏത് പുരുഷനാണ് വരുന്നത്? മധ്യമ പുരുഷനാണ്. അപ്പോൾ നോക്കൂ, ഗണുധാതുവാണ്. ഗണുധാതു ലോട്ടാണ് ഇത്. ഏതാണ്? ഗണയതു ആണ് പ്രഥമ പുരുഷൻ. ഗണയതു ഇത് പ്രഥമ എന്ന് പറഞ്ഞാൽ പ്രഥമ പുരുഷൻ. പിന്നെ ദ്വിവചനം ഗണയതാം. ബഹുവചനം വരുമ്പോൾ ഗണയന്തു. ഗണയതു, ഗണയതാം, ഗണയന്തു. ഇനി മധ്യമ പുരുഷൻ വരുമ്പോൾ എങ്ങനെ വരുന്നു? ഗണയ എണ്ണു. ഗണയ ഗണയതം. ഗണയത. ഇവിടെ എങ്ങനെയാണ് വന്നത്? ഇവിടെ ത്വം ബാലകാൻ ഗണയ. അപ്പോൾ ഇവിടെ ഗണയല്ലേ? ഗണയ എണ്ണു. അവിടെ എന്താ പറയണം? നീ എണ്ണു എന്ന് പിന്നെ ഇതായിട്ട് പറയുകയല്ലേ ഉപദേശ രീതി, അല്ലെങ്കിൽ പിന്നെ ഇതായിട്ട് ചോദിക്കുകയാണ് നമ്മൾ അനുവാദം പറയുക. അത് അങ്ങ് ആ രീതിയിലൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ നീ എണ്ണു എന്ന് പറയും. അല്ല നീ എണ്ണി, അല്ല നീ എണ്ണിയാലും അങ്ങനൊന്നുമല്ല. നീ എണ്ണിയാലും എന്ന് വേണമെങ്കിൽ അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ത്വം ബാലകാൻ. ബാലകൻ എന്നുള്ളത് ദ്വിതീയ ബഹുവചനം. ബാലകന്മാരെ ഗണയ എണ്ണു. സഹ നവ ബാലകാൻ ഏവ അഗണയത്. സഹ കഹ ബാലകാനാം നായക അല്ലേ? ആരാണ് എണ്ണിയത്? ബാലകാനാം നായക. അപ്പോൾ എന്ത് സംഭവിച്ചു? നവയേവ. അപ്പോഴും എന്താ? നവയേവ. അപ്പോൾ തഥാതൻ പതികഃ അവദത്. വദ് ധാതുവാണ്, അതിൻ്റെ ലങ്ങാണ് അവദത്. ഇതുപോലെ അഖതേതുപോലെ അവദതാം അവദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു, ടോൾഡ്. എന്താ പറഞ്ഞത്? കഹ അഗതത് പതികഃ ദശമഃ ത്വം അസി. ദശമഃ ആരാണ്? പത്താമൻ. ദശമഃ പൂരണാർത്ഥത്തിൽ പറയുന്നത് പറഞ്ഞില്ലേ? ദശ എന്നുള്ളതെങ്കിൽ പൂരണാർത്ഥം വരുമ്പോഴാണ് ദശമഃ ത്വം അസി, നീ ആകുന്നു. അസി എന്താണ്? അസ്തിസ്തഹ സന്ധി പ്രഥമ പുരുഷനാണ്. മധ്യപുരുഷം വന്നപ്പോൾ അസി. മധ്യപുരുഷ ഏകവചനമാണ് അസി. ഇവിടെ അസി വരാൻ കാരണം എന്താണ്? ത്വം അസി മധ്യപുരുഷനാണ് ത്വം വരുന്നത്. ദശമഃ കഹ നായകഃ അസി, ആ നായകനാണ് പത്താമൻ. തത് ശ്രുത്വ
എന്താണ് ശ്രുത്വ ക്വാ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രുത്വ ക്വാ പ്രത്യയം വരുമ്പോൾ അപ്പോൾ ശ്രുത്വ കേട്ടിട്ട് പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥം വരുന്നു. കേട്ടിട്ട് അതായത് കേട്ട് കഴിഞ്ഞിട്ട്. തത് ശ്രുത്വ ഏത് ശ്രുത്വ ഏതാണ് ഏത് കേട്ടിട്ട് ദശമഃ ത്വമസി ഇത് ശ്രുത്വ കേട്ടിട്ട് സർവേ പ്രഹൃഷ്ടാഹ സർവേ എല്ലാവരും പ്രഹൃഷ്ടാഹ എന്ന് പറഞ്ഞാൽ എന്താ സന്തോഷിച്ചു സന്തോഷ ഭൂത്വായും നേരത്തെ ത്വാവ് പറഞ്ഞതുപോലെ ത്വാന്തമാണ്. ഭൂ എന്നുള്ളതിൻ്റെ കൂടെ ത്വാ ചേർത്തവ ഭൂത്വ അകഥയൻ ഇവിടെ എന്ന് പറഞ്ഞു അകഥയൻ പറഞ്ഞു. അവിടെ ബഹുവചനമാണ്, അതുകൊണ്ടാണ് അകഥയൻ പറഞ്ഞത്. ലങ്ങാണ്. ദശമഹാപ്രാപ്ത അവരെല്ലാവരും കൂടെ വിളിച്ചു പറഞ്ഞാൽ എന്താണ് ദശമഹാപ്രാപ്ത പത്താമനെ കിട്ടി എന്നുള്ള. തതഹ ദെൻ സർവേ മിളിത്വ അതും ത്വാന്തമാണ്, ഒന്നിച്ച് ചേർന്നിട്ട് ഗെറ്റ് ടുഗദർ ഒന്നിച്ച് ചേർന്നിട്ട് ആനന്ദേന സന്തോഷേന ഗൃഹം ആഗച്ഛൻ ഗൃഹത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ദശമഹ ഒരു സ്റ്റോറി അതിന് മനസ്സിലായില്ലേ എങ്ങനെയാണ് പത്താമനെ കണ്ടുപിടിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത പേജിൽ ഞാൻ പറഞ്ഞു, നേരെ പൂരണാർത്ഥത്തിൻ്റെ കാര്യം പറഞ്ഞു. പേജ് നമ്പർ 108 സംഖ്യാവാചക ശബ്ദാനാം പൂരണാർത്ഥേ പ്രഥമ ദ്വിതീയ തൃതീയ ഇത്യാദി ശബ്ദ ഭവതി. പ്രഥമ എന്ന് പറയുമ്പോഴത്തേക്ക് പുല്ലിംഗമാണ്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗം പ്രഥമ, നപുംസകലിംഗം പ്രഥമം. മനസ്സിലായില്ലേ? പ്രഥമ നപുംസകലിംഗം പ്രഥമം. പേജ് നമ്പർ 108 നമ്മൾ പൂരണാർത്ഥം വരുന്ന സംഖ്യകളുടെ പഠിച്ചു പറഞ്ഞത് ശകലം. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് അത്ര ഇതം അവധേയം സംഖ്യാവാചക ശബ്ദാനാം പൂരണാർത്ഥേ പ്രഥമ ദ്വിതീയ ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഏകം എന്ന് പറയുമ്പോൾ ഒന്നാണല്ലേ, ഏകം എന്നുള്ളതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ വരുന്നതാണ് പ്രഥമഃ. അത് പുല്ലിംഗ ശബ്ദമാണ് പ്രഥമഃ. അപ്പോൾ ഏകം എന്ന് പറയുമ്പോൾ പ്രഥമഹയാണ്, അത് പുല്ലിംഗത്തിൽ. ഇനി അതിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയും പ്രഥമാ, നപുംസകലിംഗം പ്രഥമം. ഇത് പൂരണാർത്ഥത്തിൽ വരുന്നതാണ്, സംഖ്യകളുടെ പൂരണാർത്ഥം വരുന്നതാണ് ഏകം എന്നുള്ളതിന് പ്രഥമഃ പ്രഥമം. ഇനി ദ്വേ അതായത് 2 എന്നുള്ളതിന് ദ്വിതീയം. ഈ രീതിയിലാണ് വരുന്നത്. അപ്പം പിന്നെ തൃതീയ വരുന്ന ത്രീണി എങ്ങനെ വരും? ത്രീ അവിടെ കൊടുത്തിട്ടുണ്ട്. തൃതീയം. അപ്പോൾ ഓരോന്നിലും ഇങ്ങനെ വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ത്രീണി കഴിഞ്ഞാൽ ചത്വാരി എങ്ങനെയാണെന്ന് വരുന്നത്? ചതുർത്ഥം. പിന്നെ പഞ്ചവരുമം പഞ്ചമഃ, പഞ്ചമി, പഞ്ചമം. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 112 പിന്നെ ഷഡ് 6 എന്ത് പറയും? ഷഷ്ടഃ, ഷഷ്ടി, ഷഷ്ടം. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. സപ്ത, സപ്തമഃ, സപ്തമി, സപ്തമം. അഷ്ട, അഷ്ടമഃ, അഷ്ടമി, അഷ്ടമം. നവ, നവമഃ, നവമി, നവമം. ദശ വിളിച്ചു. നേരത്തെ വിളിച്ചു. ദശമഃ, ദശമി, ദശമം. ഇങ്ങനെ ഓരോന്നിനും ഉണ്ട്. 3നും ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം 3 വരുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് അതിനകത്ത് പേജ് നമ്പർ 108 ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. കോഷ്ടകാത് സമീചീനം ഉത്തരം ചിത്വ ലിഖന്തു. ഞാൻ പറയേ ഉള്ളൂ. ഒന്നാമത്തെ കതി ബാലകാഹ സ്നാനം ഗതാഹ. എത്ര ബാലന്മാരാണ് കുളിക്കാനായി പോകുന്നത്? എത്രയാണ്? 5, 12, ദശ. ഏതാണ്? ദശ. കതമഃ ബാലകഃ നദ്യാം മഗ്നഃ ഇതി നിശ്ചയം അകുർവൻ. കതമഃ എത്രാമത്തെ ബാലനാണ് നദിയിൽ മഗ്നനായി എന്ന് ചിന്തിച്ചത്? എത്രാമത്തെ ബാലനാണ് പോയെന്ന് മനസ്സിലായത്? പ്രഥമഃ, ദശമഃ, പഞ്ചമഃ. എത്രാമത്തെ? ദശമഃ. അതാണ് ദശമഃ പൂരണാർത്ഥം. ദശമഃ 10ാമത്തെ. അടുത്തത് ദശമഃ കഹ ആസീത്. 10ാമൻ ആരായിരുന്നു? നായകഃ, പതികഃ, നദി. അതാ നായകഃ. കഹ സമ്യക് രൂപേണ ബാലകാൻ ഗണിതവാൻ. ആരാണ് ബാലകന്മാരെ ശരിയായ രീതിയിൽ എണ്ണി എടുത്തത്?
നായകഃ പഥികഃ ബാലകഃ. ആരാണ്? പഥികഃ. ബാലകഃ കാം തീർത്വാ പാരം ഗതഃ. ബാലകന്മാർ കാം ഏതിനെ തരണം ചെയ്താണ് അപ്പുറത്ത് പോയത്, നദിയുടെ മറുകരെ പോയത്. അത് പുഷ്കരീണീം സമുദ്രം നദീം. നദീമല്ലേ, നദിയെ കടന്നിട്ടല്ലേ പോയത്. അടുത്ത പാഠസ്യ ആധാരേണ ഏകവാക്യേന പ്രശ്നാനാം ഉത്തരാണി ലിഖന്തു. ഒറ്റ വാക്യത്തിൽ 1 സെൻറ്റൻസിൽ ആൻസർ എഴുതുക. ദശബാലകഃ കിമർത്ഥം നദീം അഗച്ഛൻ. ദശബാലകന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് നദിയിലേക്ക് പോയത്? എന്തിനു വേണ്ടിയിട്ട്? സ്നാനായ. 1 സെൻറ്റൻസ് ആണെങ്കിൽ എങ്ങനെ എഴുതും? ദശബാലകഃ സ്നാനായ നദീം അഗച്ഛൻ. 1 സെൻറ്റൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ 1 വേർഡ് ആണെങ്കിൽ സ്നാനായ. നായകഃ കിം അപൃച്ഛത്. നായകൻ എന്ത് പറഞ്ഞു? നായകഃ അപൃച്ഛത് അപി സർവേ ബാലകാः നദീം ഉത്തീർണാः. ബാലകാः സ്നാനായ കുത്ര അഗച്ഛത്. ബാലകന്മാർ കുളിക്കുന്നതിനായി കുത്ര എവിടെ പോയി? ബാലകാः സ്നാനായ നദീം അഗച്ഛത്. നദിയിലേക്ക് പോയി. ബാലകാः കിം നിശ്ചയം അകുർവൻ. ബാലകന്മാർ എന്താണ് നിശ്ചയിച്ചത്? എന്ത് തീരുമാനിച്ചു? ബാലകാः നിശ്ചയം അകുർവൻ യത് ദശമഃ നദ്യാം മഗ്നഃ. ബാലകാः കഥം ഗൃഹം അഗച്ഛൻ. എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു? ബാലകാः ആനന്ദേന ഗൃഹം അഗച്ഛൻ. ഇത്രയാണ്. ഇപ്പോൾ ഇത് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.